പച്ചക്കറി കൃഷിസ്ഥലമാണ്. ദാണ്ട പിന്നെ തക്കാളിയൊക്കെ നിൽപ്പുണ്ട്. മഴ കാരണം അത്ര ചൂടും കാലാവസ്ഥ ഇച്ചിരി ബാഡായിരുന്നു. അതുകൊണ്ട് അത്ര സുഖമായിട്ടല്ല കാണുന്നത്. പിന്നെ ഇതൊക്കെ വിളവ് തീരാറായ സമയങ്ങളാണ്. അതുകൊണ്ട് ദാണ്ട ഇത് തിരുനനയില്ല ചെയ്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് ദാണ്ട വെണ്ടയൊക്കെ ഈയിടെ നട്ടതാണ്, കയറി വരുന്നതേ ഉള്ളൂ. കാലാവസ്ഥ നമ്മളെ ഒത്തിരി ചതിച്ചു. പിന്നെ ഇതെല്ലാം ഇത് ക്യാബേജ്, റെഡ് ക്യാബേജ്. പിന്നെയെന്ന് പറയുന്ന ഇത് മാംഗോസ്റ്റിൻ, നമ്മുടെ എന്തുവാ ഇതാണ്ട് ഇത് അത്രേ ഉള്ളൂ. പിന്നെ പേരയുണ്ട്, പേരയ്ക്ക. ഇത് നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്. പിന്നെ ഇത് മുഴുവൻ വാഴയാണ്, മുക്കാലും ഏത്തനാണ്. ഇവിടെ ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട്, പീനട്ട് ബട്ടർ. പിന്നെ ചിലതിൻ്റെ പേരൊന്നും അറിയത്തില്ല കേട്ടോ. ഇതൊക്കെ പിന്നെ മൂസമ്പിയോ, ഓറഞ്ച്. ഇത് പീനട്ട് ബട്ടർ. പിന്നെ മുള്ളാത്ത, ചെറുനാരകം. ഇതെന്ന് പറയുന്ന മാവാണ്, ഒട്ടുമാവാണ്. കണ്ടില്ലേ? മിയാസാക്കി മാവാണിത്. അല്ലാതെ ഒട്ടുമാവുണ്ട് അതുകൊണ്ട്. പിന്നെ വഴുതനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് അങ്ങ് വെച്ച് കൊടുത്തിരിക്കുക. പച്ചമുളകുണ്ട്. ഇത് മൾബറി. പിന്നെ ജാക്ക് ഫ്രൂട്ട്. പിന്നെ മിൽക്ക് ഫ്രൂട്ട്. പിന്നെ ഏതോ പുളി. പിന്നെ ഇത് ആപ്പിളാന്ന് പറയപ്പെടുന്നു, നമുക്കറിയില്ല. ആപ്പിൾ വരുമ്പോൾ ആപ്പിൾ വന്നെന്ന് പറയാം. പിന്നെ അവക്കാട കുറേ ഉണ്ട്. പിന്നെ ഇവിടെ എല്ലാം വാഴയാണ്. പിന്നെ ഇവിടെ എല്ലാം പച്ചക്കറികളിങ്ങനെ ഇത്ര സ്ഥലമൊന്നും പറഞ്ഞ് വെച്ചിട്ടില്ല. നമ്മൾ വീട് മൊത്തവും പച്ചക്കറിയെല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം നമുക്ക് പിന്നെ പടർന്നു കയറുന്ന പന്തലിടുന്ന കാര്യങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടം പോലെ പാവലും പടവലവും കോവലും എല്ലാം കിട്ടിയായിരുന്നു. ഇപ്പോൾ അതെല്ലാം തീർന്നു. ദാണ്ട ഇപ്പോൾ അതെല്ലാം പിന്നെ വിത്തിട്ട് എല്ലാം മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. ദാണ്ട കോവൽ പടർന്ന് കയറുന്ന പഴയതെല്ലാം മാറ്റി പുതിയത് വെച്ച് കൊടുത്ത്. ഇവിടെ എല്ലാം വാഴയാണ് കണ്ട. ഇത് ഓൾ സ്പൈസ്. വാഴയിലൊക്കെ വെട്ടാൻ സമയമായി, സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് പച്ചക്കറി, ചേമ്പ്, ചേന, കാച്ചിൽ എല്ലാം ഉണ്ട്. ഇവിടെ എല്ലാം വാഴയാണ്. പിന്നെ കുരുമുളകുണ്ട് ഇഷ്ടം പോലെ. എല്ലാ തെങ്ങിലും ദാണ്ട കുരുമുളകുണ്ട്. കുരുമുളക് ഇതുപോലെ ഒത്തിരി മരങ്ങളിലുണ്ട്. വഴുതന, ദാണ്ട മുളക് ഇത്തിരി ഇന്നലെ പിഴുതു വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഇത് മുല്ലക്കൃഷി. ഇത് കണ്ട, മുല്ല, റംബുട്ടാൻ, നാരകം. ഇത് ബ്ലാത്തി. ഇതെല്ലാം ഫ്രൂട്ട്സ്. പിന്നെ നമ്മുടെ പന. ഇത് പനയല്ലല്ലോ. പിന്നെ ഇതാണ് നമ്മുടെ എന്തുവാ, മീൻകുളം. അതിനകത്ത് മീൻ കിടന്ന് ഓടുന്നുണ്ട് കണ്ടോ. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവർ വിചാരിച്ച് വല്ല ആഹാരവും കൊടുക്കാനായിരിക്കും എന്നും പറഞ്ഞുകൊണ്ടാണ് ഓട്ടം.
രാവിലെ തന്നില്ലേ, അതൊക്കെ മതി മക്കളെ, ഇനി വൈകിട്ട്. ഇതാ അവിടെയൊക്കെ വഴുതനയൊക്കെ നിൽക്കുന്നുണ്ട്. വഴുതന, വാഴ. ഇവിടെ എന്താ ഇതെല്ലാം നമ്മുടെ പാക്കിലെല്ലാം കുരുമുളകാണ്. പിന്നെ എല്ലായിടത്തും ഉണ്ട്. മാക്സിമം ചെയ്യാൻ പറ്റുന്നത് പോലെ എല്ലാം ചെയ്തിട്ടുണ്ട്. വേണ്ട, ഇവിടെ എല്ലാം വാഴയാണ്. വാഴ, ഏതോ ഫ്രൂട്ട്സൊക്കെ ഉണ്ട്. ഇത് മുസമ്പി എന്ന് പറയുന്ന മുസമ്പി. പിന്നെ വേണ്ട, പച്ചമുളക്, തക്കാളി, പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡ് കണ്ടോ, സൂപ്പറല്ലേ, കണ്ടോ. ഇതാണ് എൻ്റെ ഓർക്കിഡ്. ആ പൂക്കളൊക്കെ കണ്ടോ, സൂപ്പർ പൂക്കൾ. ഇതാ അവിടെയൊക്കെ മഞ്ഞയൊക്കെ നിൽപ്പുണ്ട്. ഒക്കെ നല്ല വിലയുള്ള ഓർക്കിഡ്സാണ്. ഇതിൻ്റെയൊക്കെ ഭംഗിയൊന്ന് ആസ്വദിക്കണം. പിന്നെ ഇത് നമ്മുടെ ഇത് എന്തുവാ, താമരയും ആമ്പലും. അവരെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇടയ്ക്കല്ലാത്ത ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഇതും ഏതോ ഒരു ഫ്രൂട്ടാണ്, പേരൊന്നും അറിയില്ല കേട്ടോ. ഫ്രൂട്ട് വന്നു കഴിയുമ്പം പറയാം. പിന്നെ ഇത് നമ്മുടെ ഞവരയില. വേണ്ട, ഇതാണ് നമ്മുടെ ഓർക്കിഡ് ഗാർഡൻ. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയിൽ കിട്ടിയ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ 2024-25 കട്ട് ഫ്ലവർ യൂണിറ്റ്. കണ്ടോ, അതെനിക്ക് കിട്ടിയത് 40,000 റുപ്പീസ് കിട്ടിയായിരുന്നു. വളരെ സന്തോഷമായിരുന്നു. ഇവിടെയൊക്കെ കണ്ട എല്ലായിടവും. പിന്നെ അസോളയുണ്ട്. അസോള നമ്മുടെ ഇതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്, കിളിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, കോഴിക്ക് എല്ലാവർക്കും കൊടുക്കും. അസോള വളർത്തുന്നുണ്ട് ടാങ്കിൽ. ഇതുണ്ട് ആമ്പൽ. പിന്നെ ഇവിടെ മുല്ല ഇഷ്ടം പോലുണ്ട്. മുല്ലക്കൃഷി ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പാട്. പിന്നെ ആ സൈഡ് മുഴുവൻ നമ്മുടെ പച്ചമുളക് കണ്ടോ, പച്ചമുളക്. പിന്നെ ആന്തൂറിയം, കുറ്റിക്കുരുമുളകൊക്കെ കണ്ടോ, എല്ലാത്തിലും കുരുമുളകൊക്കെ ഉണ്ട്. എവിടെ കുരുമുളക്? കുരുമുളകിനെ കിട്ടിയില്ലല്ലോ. അതാണ്ട കുരുമുളക്. പിന്നെ ഇവിടെ കീടാർ നെല്ലി, അത് കിളിക്കൊക്കെ കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ട്. ഇവിടെയും മുല്ലയാണ്. മഴ ആയതുകൊണ്ട് ഇത്തിരി കാട് പിടിച്ചിരിക്കുകയാണ്. പിന്നെ അതിന് മുമ്പേ വെയിലുമായിരുന്നു. നമുക്കൊരു വിധത്തിൽ താങ്ങാൻ പറ്റാത്ത വെയിലായിരുന്നു. ഇവിടെ എല്ലാം വാഴയാണ്. മുളകുണ്ട്. കണ്ടോ, വാഴ കണ്ടോ നിൽക്കുന്ന മിൽക്ക് ഫ്രൂട്ട്. പിന്നെ ഇത് സ്വീറ്റ് ചെറിയാണിത്. ഇതാണ്ട് ലേബലുണ്ട്, സ്വീറ്റ് ചെറി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരകം, സീഡ്ലെസ് ലെമൺ ആണത്. ഒത്തിരി ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ. പിന്നെ ഇത് ജാക്ക് ഫ്രൂട്ട്, വിയറ്റ്നാം അർലി ജാക്ക് ഫ്രൂട്ട് അപ്പുറത്തും ഉണ്ട്. പിന്നെ അവിടെ എല്ലാം നമ്മുടെ പാഷൻ ഫ്രൂട്ട്, മുളക്. വേണ്ട, വഴുതനയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ടോ. പിന്നെ കൃഷിഭവൻ്റെ ഇരവിപുരം ബ്ലോക്കിൻ്റെ
IPDM in banana leads 2025-26 ഇതുണ്ട്, അതും ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ വളം, കീടനാശിനി അത് ഇതൊക്കെ ആയിട്ട് എങ്ങനെ അതൊക്കെ ചെയ്യണമെന്നുള്ളത്. പിന്നെ അതാണ്ട് ഫാഷൻ ഫ്രൂട്ട്, ചേന, ചേമ്പ്, പിന്നെ ഇത് നമ്മുടെ വഴുതനയും മുളകും കൂടെ മിക്സ് ചെയ്ത് ഇവിടെ എല്ലാം ഉണ്ട്. ഉണ്ടോ? ഇതിലൊക്കെ മുളകൊക്കെ പിടിച്ചു തുടങ്ങി. നോക്കിയേ, ഇതിലൊക്കെ മുളകുണ്ട്. കണ്ടോ? ഇതിലൊക്കെ മുളക് പിടിച്ചു തുടങ്ങി ഓൾറെഡി. മഴയായതുകൊണ്ട് ഇത്തിരി കാട് പിടിച്ചിട്ടുണ്ടെന്നാലും ഇതാണ്ട മുളക് പിടിച്ചു തുടങ്ങി. ഇതിൽ പാഷൻ ഫ്രൂട്ട്, അതിൽ പാഷൻ ഫ്രൂട്ട് വന്നില്ലെന്ന് തോന്നുന്നു. പിന്നെ മിക്കത് ഏത്തനാണ്, പക്ഷേ ഇവിടെ മറ്റേ ഇത് പൂവനാണ് കേട്ടോ. പൂവൻ, ഇതും പൂവ്, 2-3 പൂവനുണ്ട് ഇവിടെ. ഇതേതോ ഫ്രൂട്ടാണ്, പേരറിയില്ല. പച്ചമുളക്, ചാമ്പ, ഇതാണ്ട് നമ്മുടെ പൂവമ്പഴം, കുരുമുളക് നിൽക്കുന്നുണ്ടോ? ഇവിടെ എല്ലാം കുരുമുളക്, പാക്കിലെല്ലാം കുരുമുളകാണ്. ഇതാണ്ട പച്ചമുളക് നട്ടിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കോഴിയെ കാണാം. ഇനി അപ്പുറത്തെ സൈഡിൽ കുതിര വരും ഒരാഴ്ചയ്ക്കുള്ളിൽ. ഇത് ടെറസിലാണ് ഈ നമ്മൾ പിന്നെ കോഴിയെ എന്നുവെച്ചാൽ താഴെ പട്ടിയുടെ ശല്യം ഉണ്ടായിരുന്നു, അങ്ങനെ മേളിലോട്ടാക്കിയതാണ്. നമ്മൾ ഹൈടെക് കൂടിലാണ് കോഴിയെ വളർത്തുന്നത്. ഇതാണ്ട ഇതാണ് നമ്മുടെ കോഴികൾ. കണ്ടോ? മുട്ടയിട്ടിരിക്കുന്നുണ്ടോ? മുട്ടയിട്ടിട്ടുണ്ട്. അപ്പുറത്തെല്ലാം മുട്ടയുണ്ട്. മുട്ട എടുക്കണം. ഇവിടെയൊക്കെ മുട്ടയുണ്ട്. ഇത് നാടൻ കോഴിയാണ്. ഇതെല്ലാം പിന്നെ കരിങ്കോഴികളാണ്. ഇതെല്ലാം നമ്മുടെ തനി നാടൻ കോഴികൾ. കണ്ടോ? ഹലോ, എന്താ? എന്ത് പറ്റി? സമയമൊന്നും ആയില്ല ആഹാരം തരാൻ. ഇതാണ്ട അവിടെ എല്ലാം അപ്പുറത്തെല്ലാം മുട്ട കിടക്കുന്നുണ്ട്. അത് നമുക്ക് വൈകിട്ട് എടുത്താൽ മതി. എന്ന് വെച്ചാൽ മുട്ടകളൊന്നും പിന്നെ ചിലപ്പോൾ ചില കിളികൾ വന്ന് എടുത്തുകൊണ്ട്. ഇത് നാടൻ്റെ പെയർ. പിന്നെ ഇത് നമ്മുടെ എന്താണ് ഇപ്പം വിരിഞ്ഞതാണിത്. കുഞ്ഞുങ്ങളാണ്, 2 കിട്ടിയുള്ളൂ. എന്നുവെച്ചാൽ എന്ത് പറ്റി? നടക്കാൻ വയ്യേ? കാലിനൊരിച്ചിരി വേന്തലുണ്ട്. 2 കിട്ടിയുള്ളൂ. 3 ഉണ്ടായിരുന്നു, പക്ഷെ ചത്തുപോയി. തീരെ കുഞ്ഞു മുട്ടയായിപ്പോയി. തീറ്റയും അമ്മയും കുഞ്ഞും. പിന്നെ ഒരാൾ അടയിരിക്കുന്നുണ്ട്. വേണ്ട. ഹലോ, അടയിരിക്കുന്നു. അപ്പം ഇതൊക്കെ തന്നെ എൻ്റെ വിശേഷങ്ങൾ. ഞാൻ മേളിൽ നിന്ന്
പിന്നെ അടയ്ക്കട്ടെ. പിന്നെ നമുക്ക് നമ്മുടെ വാഴ ടോട്ടലായിട്ടൊന്ന് എടുക്കാം. ഇതാണ് വാഴ, നമ്മുടെ പറമ്പ് കണ്ടോ, വാഴക്കൃഷി. ഇതാ വാഴക്കൃഷി മുഴുവൻ വാഴ. പിന്നെ നല്ലൊരു മാവുണ്ട്. പിന്നെ ഫുൾ വീട് ചുറ്റും 50 സെൻറ്റും ഫുള്ള് ചെടികളാണ്. കൊളമ്പി മാങ്ങയാണ്. പിന്നെ നമ്മൾ ഇത് നമ്മുടെ എന്തുവാ ഇതിൻ്റെ പേര്, പുതിനയില. പുതിന ഇങ്ങനെ അത് ഇപ്പം വെട്ടിയൊക്കെ നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഇച്ചിരി ഉള്ളൂ അതിനകത്ത്. അതൊക്കെ റെഡിയായി വരണം. താഴോട്ടിങ്ങനെ വിടന്ന് കിടക്കും ഇത്. ഈ സ്ഥലങ്ങൾ കുതിരയ്ക്കുള്ള സെക്ഷനാണ്. കുതിര 4 എണ്ണം ഇപ്പോൾ ഉടനെ വരും, ഒരാഴ്ചയ്ക്കുള്ളിൽ. അതുകൊണ്ട് ആ സ്ഥലം ഇവിടെയായിരുന്നു മുല്ലയൊക്കെ ഉണ്ടായിരുന്നത്. അതെല്ലാം മാറ്റി കൊടുത്ത് നമുക്കൊരു കിണറും നല്ലൊരു കിണറുണ്ട്. എല്ലായിടത്തോട്ടും വലിയ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഒരു കുഴൽ കിണറുമുണ്ട്. കാണാമോ? അവിടെ ഒരു കുഴൽ കിണറുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ തെങ്ങൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാണാവോ തെങ്ങ്? ഫ്രണ്ടിൽ തെങ്ങ് കാണിച്ചു തരാം. ആ ഫ്രണ്ടിലൊക്കെ തെങ്ങ് നിൽപ്പുണ്ട്. കാണാവോ? ഇവിടെ എല്ലാം തെങ്ങുണ്ട്. കാണാവോ തെങ്ങ്? ഓക്കെ. 10-20 തെങ്ങുണ്ട്. നമുക്കുള്ള വെളിച്ചെണ്ണയും നമുക്കുള്ള തേങ്ങയും എല്ലാം കിട്ടും. പിന്നെ വെളിച്ചെണ്ണ ചിലപ്പോൾ കൊടുക്കാറുണ്ട്. ഒരു 5 കിലോ 6 കിലോ ഒക്കെ കൊടുക്കാറുണ്ട്. മറ്റേതൊക്കെ നമ്മുടെ യൂസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു.